വിശദമായ വാർത്തകളിലേക്ക്. മുംബൈ ഹാജി അലി ദർഗ കബറിടത്തിൽ ചരിത്രം കുറിച്ച് സ്ത്രീകൾ പ്രവേശിച്ചു. 80ഓളം സ്ത്രീകളാണ് ദർഗയിലെ കബറിടത്തിൽ പ്രവേശിച്ചത്. 5 വർഷം മുൻപാണ് ദർഗയിൽ സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനെതിരെ ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളൻ സംഘടന ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് വന്നിട്ടും സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ട്രസ്റ്റ് ഭാരവാഹികൾ തയ്യാറായിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതി സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നും 4 ആഴ്ചയ്ക്കകം ആരാധനയ്ക്കായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ത്രീകൾ ദർഗയിലെ കബറിടത്തിൽ പ്രവേശിച്ചത്. ഇനി ശബരിമല സന്നിധാനത്ത് പ്രവേശിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി വ്യക്തമാക്കി. നോട്ടുമാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്ക് വെറുതെയായി. മോദി പാർലമെന്റിൽ എത്തിയില്ല. നോട്ടു പ്രതിസന്ധിയെക്കുറിച്ച് വോട്ടിനിട്ട് ചർച്ച വേണമെന്ന് പ്രതിപക്ഷ ആവശ്യം ലോക്സഭാ സ്പീക്കർ തള്ളി. അതേസമയം രാഷ്ട്രപതിയുടെ അംഗീകാരമില്ലാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആദായനികുതി ഭേദഗതി ബിൽ ചർച്ച കൂടാതെ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നേരത്തെ പിരിഞ്ഞു. കള്ളപ്പണം പിടികൂടിയാൽ 85% പിഴയും വെളിപ്പെടുത്തിയാൽ 50% പിഴയും ഏർപ്പെടുത്തുന്ന ആദായനികുതി ഭേദഗതി ബില്ലാണ് ചട്ടങ്ങൾ മറികടന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കൊണ്ടുവന്നത്. നോട്ട് പ്രതിസന്ധിയിൽ ഇതും ഉൾപ്പെടുത്തി വിശദ ചർച്ചയ്ക്ക് ശേഷം പാസാക്കാമെന്ന പ്രതിപക്ഷ നിലപാട് തള്ളിയ കേന്ദ്ര സർക്കാർ ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെ ബിൽ പാസാക്കി. സഭയിൽ കൊണ്ടുവരും മുമ്പ് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്ന ചട്ടവും മറികടന്ന് ധനബില്ലായാണ് ഭേദഗതി അവതരിപ്പിച്ചത്. ധനബില്ലായതിനാൽ രാജ്യസഭയുടെ അംഗീകാരം വേണ്ടതില്ല. 14 ദിവസത്തിനുള്ളിൽ ബിൽ നിയമമാകും. പാർലമെന്റിന്റെ ചരിത്രത്തിൽ അപൂർവമായാണ് ഇത്തരം നിർണായകമായ ബിൽ ചർച്ച കൂടാതെ പാസ്സാകുന്നത്. നോട്ടുമാറ്റവും അതിനെ തുടർന്നുള്ള പ്രതിസന്ധിയെക്കുറിച്ചും ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് ഇന്നലെ കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ മോദി ഇന്ന് ലോക്സഭയിൽ എത്തിയതുപോലുമില്ല. വിഷയത്തിൽ വോട്ടിനിട്ട് ചർച്ച വേണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കർ തള്ളി. ഇതേ തുടർന്നുള്ള പ്രതിഷേധത്തിൽ നിരവധി തവണ നിർത്തിവെച്ച ലോക്സഭ ഉച്ചയ്ക്ക് ശേഷം പിരിഞ്ഞു. പ്രധാനമന്ത്രി എത്താതെ നോട്ട് പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചയില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ രാജ്യസഭയും നേരത്തെ പിരിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് അടുത്ത മാസം മുതൽ ശമ്പളം താളം തെറ്റുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നികുതി വരവിൽ വൻ ഇടിവുണ്ടാകുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശവും ഈ മാസത്തെ ശമ്പളത്തിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ സർക്കാരിന് വരുമാനം ഉണ്ടെങ്കിലേ സർക്കാരിന് പണം ചെലവാക്കാൻ പറ്റത്തുള്ളൂ. വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. ലോട്ടറി വരുമാനം 0ആണ്. ലാൻഡ് രജിസ്ട്രേഷൻ ഏതാണ്ട് ഒരു പകുതിയിൽ താഴെയായിട്ട് ചുരുങ്ങും. മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൽ 50% കുറവുണ്ട്. വാറ്റ് എത്രയാണെന്ന് വരുമ്പോഴേ കാണാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു ഒരു 30% ആവും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ. അങ്ങനെ വളരെ ഗണ്യമായിട്ട് സർക്കാരിൻ്റെ വരുമാനം ഈ ഡിസംബർ മാസത്തിൽ കുറയാൻ പോവുകയാണ്. അധികാരത്തിലേറി 2.5 വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യങ്ങൾക്കായി ചെലവഴിച്ചത് 1100 കോടി രൂപയെന്ന് വിവരാവകാശ രേഖകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമാക്കിയുള്ളതാണ് പരസ്യങ്ങളെല്ലാം. ഇന്ത്യയുടെ ചൊവ്വാ ദൌത്യമായ മംഗൾയാൻ പദ്ധതിക്കായി ചെലവഴിച്ചതിന്റെ 2 ഇരട്ടിയോളം ചെലവിട്ടാണ് ഈ പരസ്യധൂർത്ത്. നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും മഹത്വം പാടാൻ 1100 കോടി രൂപ ചെലവ് വന്നപ്പോൾ സർക്കാർ പുതിയ നോട്ടുകളിൽ വരെ പച്ചകുത്തി കാണിക്കുന്ന ബഹിരാകാശ നേട്ടം മംഗൾയാന് ചെലവായത് വെറും 450 കോടി രൂപ. അതായത് മോദി സ്വന്തം പബ്ലിസിറ്റിക്കായി ചിലവാക്കിയ തുക കൊണ്ട് വേണമെങ്കിൽ 2 മംഗൾയാൻ കൂടി ചൊവ്വയിലേക്ക് അയക്കുക മാത്രമല്ല, ഒരു മംഗൾയാൻ പകുതിയാക്കി വെക്കുകയും ചെയ്യാമെന്നർത്ഥം. രാംവീർ സിംഗ് എന്ന വിവരാവകാശ പ്രവർത്തകൻ നൽകിയ അപേക്ഷയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്നാണ് രാജ്യം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായ കാലത്തെ ഈ പരസ്യധൂർത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായത്. 2014 ജൂൺ 1 മുതൽ 2016 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകളാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം ഒരു ദിവസത്തെ മോദി സർക്കാരിന്റെ പരസ്യച്ചെലവ് ഏകദേശം 1,40 ലക്ഷം രൂപയാണെന്നർത്ഥം. ഇലക്ട്രോണിക് മീഡിയയിൽ പ്രത്യേകിച്ച് ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ്, സിനിമ, SMS എന്നിവ വഴിയുള്ള പരസ്യച്ചെലവ് മാത്രമാണിത്. പത്രപരസ്യങ്ങൾ, പോസ്റ്ററുകൾ, ഹോർഡിങ്ങുകൾ, ബുക്ക്ലെറ്റുകൾ എന്നിവയൊന്നും ഈ ചെലവിൽ വരുന്നേയില്ല. അതിൻ്റെ കണക്ക് കൂടി ലഭിച്ചാൽ എത്ര മംഗൾയാൻ വിടാനുള്ള തുകയാവും മോദിയുടെ ഈ മഹത്വഘോഷണത്തിന് ചെലവിട്ടതെന്ന് ഊഹിക്കാനുമാവില്ല. ന്യൂസ് ഡെസ്ക്. മോദി ഹിറ്റ്ലറുടെ വഴിയിലെന്ന് ചരിത്രകാരൻ MGS. ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിയുണ്ട്. അങ്ങനെ വഴിതെളിച്ചയാളാണ് ഹിറ്റ്ലറെന്നും മോദി സർക്കാരിന്റെ പ്രയാണം ആ വഴിക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും MGS പറഞ്ഞു. ഒരു വാരികയ്ക്ക് നൽകിയ ലേഖനത്തിലാണ് MGSന്റെ പ്രതികരണം.
ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്ന് ഹിറ്റ്ലർ തെളിയിച്ചിട്ടുണ്ട്. ആ നാസി ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ ഇന്ത്യ ഒരുങ്ങേണ്ടതാണ്. ഏറെ ജനപ്രിയമായ വിജയകരമായ പദ്ധതികളിലൂടെയുള്ള മോദി സർക്കാരിന്റെ പ്രയാണം ആ വഴിക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് MGSന്റെ ലേഖനം ആരംഭിക്കുന്നത്. മോദിയുടെ മാർഗത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇല്ലാതായി കഴിഞ്ഞു. മാർക്സിസ്റ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയ തലവേദന മാത്രമായി. ഈ ഘടകങ്ങളെല്ലാം ഫാഷിസത്തിന്റെ അരങ്ങേറ്റത്തിന് പശ്ചാത്തലമൊരുക്കുന്നുവെന്നും MGS നിരീക്ഷിക്കുന്നു. മോഡിക്ക് ആയുരാരോഗ്യങ്ങൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇപ്പോൾ മോഡി ഫാഷിസ്റ്റാണെന്ന് പറഞ്ഞുകൂടെങ്കിലും ഇനി വരുന്ന വർഷങ്ങൾ ഫാഷിസ്റ്റ് ഭരണത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. ഹിറ്റ്ലറുടെ ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ഇന്ത്യൻ സമൂഹം തയ്യാറാവുകയാണെങ്കിൽ ജനങ്ങളുടെ തീവ്രമായ രാഷ്ട്രീയ ബോധവൽക്കരണം മാത്രമാണ് അപകടമൊഴിവാക്കാൻ ഇടയുള്ളത്. ഈ ബോധവൽക്കരണം എത്ര വൈകുന്നുവോ അത്രയും വേഗം രക്ഷാകവാടങ്ങൾ അടഞ്ഞ് അന്ധകാരയുഗത്തിന്റെ ആവരണം അടുത്തെത്തുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് ലേഖനം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ SBIയും SBTയും സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചു. ഇക്കാര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകരിച്ചു. പിടിച്ചെടുത്ത തുകയുടെ 55% സ്വകാര്യ കമ്പനികൾക്ക് സ്വന്തമാക്കാനും അനുവാദം നൽകി. റിലയൻസ് അടക്കമുള്ള കമ്പനികളാകും ഇനി വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ വിദ്യാർത്ഥികളുടെ വീട്ടുപടിക്കലെത്തുക. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ റിലയൻസ് അടക്കമുള്ള വൻകിട സ്വകാര്യ കുത്തകകൾ പ്രത്യേക കമ്പനികൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഈ കമ്പനികളെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ SBTയും SBIയും വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാനും നിയോഗിച്ചിരിക്കുന്നത്. ഇതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകാരം നൽകി. രാജ്യസഭാ MP KK രാഗേഷിനാണ് ധനകാര്യ മന്ത്രാലയം മറുപടിയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളിൽ നിന്നും തിരിച്ചുപിടിക്കുന്ന വായ്പയുടെ 55% തുകയും ഈ കമ്പനികൾക്ക് കൈവശം വയ്ക്കാം. ബാക്കിയുള്ള 45% തുക 15 വർഷത്തിനുള്ളിൽ മാത്രം കമ്പനികൾ ബാങ്കുകളിൽ തിരിച്ചു നൽകിയാൽ മതി. ഏതു വിധേനയും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഇവർ വായ്പകൾ തിരിച്ചുപിടിക്കും. ഇതേ കൺസെഷൻ വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ ഈ തിരിച്ചടവിൽ വീഴ്ച വന്നിട്ടുള്ള വായ്പാ തുക പൂർണ്ണമായും വിദ്യാർത്ഥികൾ തിരിച്ചടക്കുമല്ലോ. എന്തുകൊണ്ടാണ് ആ കൺസെഷൻ വിദ്യാർത്ഥികൾക്ക് നൽകാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നേരത്തെ സ്വകാര്യ ബാങ്കുകൾ ഇത്തരത്തിൽ വായ്പകൾ തിരിച്ചുപിടിക്കാൻ കമ്പനികളെ ഏൽപ്പിച്ചത് നിരവധി ആത്മഹത്യകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ 80% ലോണുകൾ നൽകിയിരിക്കുന്ന SBTയും SBIയും സ്വകാര്യ കമ്പനികൾക്ക് വായ്പ തിരിച്ചുപിടിക്കാൻ അധികാരം നൽകിയിരിക്കുന്നത്. 3 വർഷത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തിയവരുടെ അക്കൗണ്ടുകളാണ് ആദ്യം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ലോണുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്വകാര്യ കമ്പനികൾക്ക് നൽകും. വായ്പാ തുക തിരിച്ചടയ്ക്കാത്തവർ കമ്പനിക്ക് ബാധിതപ്പെട്ടവരായിരിക്കുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. വിജയ് മല്യയും ലളിത് മോദിയും പോലുള്ള വൻകിട കുത്തകകളുടെ കോടികളുടെ കിട്ടാക്കടങ്ങൾ നിഷ്ക്രിയാസ്തിയാക്കി മാറ്റുന്നവരാണ് പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ വായ്പ തിരികെ പിടിക്കാൻ അതേ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാറുകളിൽ നിന്ന് ബിയർ ചില്ലറ വിൽക്കുന്നത് കുറ്റകരമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ബിയർ ചില്ലറ വിൽപ്പനയ്ക്കുള്ള അവകാശം കൺസ്യൂമർ ഫെഡിനും ബിവറേജസ് കോർപ്പറേഷനും മാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ബാറുകളിൽ നിന്നും ബിയർ പാഴ്സലായി വിൽക്കാമെന്ന സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ബാറുകളിൽ നിന്നും ബിയർ ചില്ലറ വിൽപ്പന അനുവദിച്ചുകൊണ്ട് മുൻപ് സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ബാറുകളിൽ നിന്നും ബിയർ ചില്ലറ വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ചില്ലറ വിൽപ്പനയ്ക്കുള്ള അവകാശം കൺസ്യൂമർ ഫെഡിനും ബെവറേജസ് കോർപ്പറേഷനും മാത്രമാണുള്ളത്. ബാർ ഹോട്ടലിൽ നിന്നും വിൽക്കുന്ന ബിയർ അവിടെ വെച്ച് തന്നെ ഉപഭോക്താവ് ഉപയോഗിക്കണം. അത് പാഴ്സലായി വിൽക്കുന്നത് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. ബിയറുകൾ ചില്ലറ വിൽപ്പന നടത്തിയ ചില ബാറുകൾക്കെതിരെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന്റെ നിർദ്ദേശപ്രകാരം എക്സൈസ് വകുപ്പ് കേസെടുത്തിരുന്നു. ഇതിനെതിരെ ബാർ ഉടമകൾ കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ചിൽ നിന്നും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. സിംഗിൾ ബെഞ്ചിന്റെ ഈ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതോടെ ബാറുകളിൽ നിന്നും ഇനി ബിയർ പാഴ്സലായി നൽകാനാവില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജമ്മു കശ്മീരിലെ നഗ്രോട്ടയിലെ സൈനിക കേന്ദ്രത്തിൽ ഭീകരാക്രമണം. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. 4 ഭീകരരെ സൈന്യം വകവരുത്തി. സാംബയിൽ ഭീകര സംഘത്തിന്റെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം തകർത്തു. കൂടുതൽ ഭീകരർ രാജ്യത്ത് നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിന്മേൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് ഭീകരസംഘം ജമ്മുവിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള നഗ്രോട്ടയിലെ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രത്തിലെ മെസ് ക്യാമ്പിൽ കയറിയാണ് ഭീകരസംഘം സൈനികർക്ക് നേരെ വെടിയുതിർത്തത്. പാക് ഭീകരസംഘത്തിന്റെ ആക്രമണത്തിൽ 3 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 3 ഭീകരരെയും സൈന്യം വധിച്ചു. അതേസമയം 15 കിലോമീറ്റർ അകലെയുള്ള സാംബയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമം നടത്തിയ ഭീകരരെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു. 200-ൽ പരം പാകിസ്ഥാൻ ഭീകരർ ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്.
സമീപ പ്രദേശത്തെ ആളുകളെ ഭൂരിഭാഗവും ഒഴിപ്പിക്കുകയാണ്. സ്കൂളുകൾ പൂർണ്ണമായി തന്നെ അടച്ചു. പാകിസ്ഥാൻ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് റഹിൽ ഷെരീഫ് സ്ഥാനമൊഴിയുകയും പുതിയ മേധാവിയായി കമർ ബാജ്വ അധികാരമേറ്റെടുക്കുകയും ചെയ്ത ദിവസം കൂടിയാണ് സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. കാശ്മീർ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് അധികാരമേൽക്കുന്നതിന് മുമ്പേ കമർ ബാജ്വ വ്യക്തമാക്കിയിരുന്നു. ഹെയർട്ട് ഓഫ് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ് സർതാജ് അസീസ് അടക്കം ഇന്ത്യയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകൾക്കിടയിൽ കൂടിയാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. റിയാദിൽ വിസ തട്ടിപ്പിനിരയായ 7 മലയാളി യുവതികൾ ദുരിതത്തിൽ. 3 മാസമായി ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാത്തവർ പട്ടിണിയിലാണ്. ഉയർന്ന ശമ്പളവും മറ്റും വാഗ്ദാനം ചെയ്താണ് ഇവരെ കേരളത്തിൽ നിന്നുള്ള ട്രാവൽസ് മുഖേനയും ഏജന്റുമാർ മുഖേനയും റിയാദിലെത്തിച്ചത്. അതേസമയം ഇവരെ സഹായിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് നോർക്ക വ്യക്തമാക്കി. നാട്ടിൽ നിന്നും ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് ട്രാവൽസ് മുഖേനയും ഏജന്റുമാർ മുഖേനയും സൗദിയിലെത്തിയ 7 മലയാളി സ്ത്രീകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഉള്ളതെല്ലാം വിറ്റുപിറക്കി പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട പ്രവാസ ലോകത്തേക്കെത്തിയ ഇവർ ഏജന്റുമാരുടെ കബളിപ്പിക്കൽ കാരണം 3 മാസത്തോളമായി ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. ഏജൻസി കൊടുത്തു 1500 റിയാൽ സാലറി പറഞ്ഞാണ് ഞാനോട് വന്നത്. ഇപ്പോൾ എനിക്കൊന്നും തന്നെ നാട്ടിൽ അയക്കാൻ കിട്ടിയിട്ടില്ല. ഒറ്റ പൈസ കൂടി ഞാൻ നാട്ടിൽ അയക്കാൻ എനിക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ബാങ്കുകാരെൻ്റെ വീട് വരെയും ജപ്തി ചെയ്യുന്ന ഒരവസരത്തിലാണ് ഇപ്പോൾ. പട്ടിണി എന്നുള്ള അവസ്ഥയിലാണ് എൻ്റെ വീട്ടുകാർ ജീവിക്കുന്നത്. എൻ്റെ കൊച്ചിനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ എന്നെ കയറ്റി വിടാൻ പറഞ്ഞു. ഇവരെന്നോട് 8000 റിയാൽ കെട്ടിവെക്കാൻ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. മുംബൈയിലുള്ള റാഹത്ത് ട്രാവൽസ് ആണ് ഇവരുടെ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. എറണാകുളത്തെ കുമാർ ട്രാവൽസ്, കാഞ്ഞിരപ്പള്ളിയിലുള്ള യുണൈറ്റഡ് അറബ്, കോഴിക്കോട്ടെ 3 സ്റ്റാർ, കോട്ടയം ബോസ് കൺസൾട്ടൻസി എന്നീ ട്രാവൽസുകൾ മുഖേനയാണ് ഇവർ സൗദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഏജൻസികൾ പറഞ്ഞിരുന്ന ശമ്പളമോ മറ്റു സൗകര്യങ്ങളോ അല്ല ഇവർക്ക് ഇവിടെ ലഭിച്ചത്. തുടർന്ന് പീപ്പിൾ TV ഇവരുടെ വാർത്ത പുറത്തുവിട്ടതോടെ നോർക്ക ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പു നൽകി. ഇവർക്ക് വേണ്ട സഹായം ഉടൻ ഉറപ്പാക്കാമെന്ന് നോർക്ക സെക്രട്ടറി ഉഷ ടൈറ്റസ് പീപ്പിൾ TVയോട് പറഞ്ഞു. ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ SP പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. അവർക്ക് എംബസി മുഖാന്തരം എംബസി അവരെ ഡൽഹിയിലോ ബോംബെയിലോ കൊണ്ടെത്തിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് കേരളത്തിൽ എത്തുവാൻ വേണ്ട സൗകര്യങ്ങൾ നോർക്ക നൽകുന്നതാണ്, ഇൻക്ലൂഡിംഗ് എയർഫെയർ. കൂടാതെ അവർക്ക് ഇവിടെയുള്ള ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ പോലെയുള്ള തുകയും നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. നിലമ്പൂർ കരുളായിയിൽ പോലീസ് വെടിവയ്പിൽ മരിച്ച മാവോയിസ്റ്റുകളുടെ മൃതദേഹം 7 ദിവസം കൂടി സൂക്ഷിക്കണമെന്ന് കോടതി. ബന്ധുക്കളുടെ ഹർജി പരിഗണിച്ചാണ് മഞ്ചേരി ജില്ലാ സെഷൻസ് ജഡ്ജി ഉത്തരവിട്ടത്. കുപ്പു ദേവരാജിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കോടതിയിൽ വീണ്ടും ഹർജി സമർപ്പിച്ചു. കരുളായി വെടിവെപ്പിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെ സഹോദരൻ ശ്രീധരൻ നൽകിയ ഹർജിയിലാണ് കോടതി വിധി പറഞ്ഞത്. ഡിസംബർ 5 വരെ മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ കോടതി ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസ് വിവരങ്ങളും കൈമാറാൻ നിർദ്ദേശിച്ചു. വ്യാജ ഏറ്റുമുട്ടലിലാണ് കുപ്പു ദേവരാജ് കൊല്ലപ്പെട്ടതെന്നും മൃതദേഹം സംസ്കരിച്ചാൽ തെളിവ് നഷ്ടപ്പെടാൻ ഇടയാകുമെന്നുമായിരുന്നു ഹർജിക്കാരനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് PA പൗരന്റെ വാദം. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ മജിസ്ട്രേറ്റ് തന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ സാങ്കത്യവും ഹർജിക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെയും ബന്ധുക്കളുടെയും ആവശ്യം. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിതയുമാണ് വെടിവെപ്പിൽ മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിലമ്പൂരിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ ആത്മവീര്യം കെടുത്തരുതെന്ന് ഉമ്മൻചാണ്ടി. നിയമവിരുദ്ധമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നക്സൽ പ്രവർത്തനത്തിനെതിരെയുള്ള പോലീസിൻ്റെ പ്രവർത്തനം അതിസാഹസികമായ ഒരു ജോലിയാണ്. സ്വന്തം ജീവനെ പോലും പ്രവർത്തിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് പോലീസ് നടത്തുന്നത്. അവരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു പ്രസ്താവനയും എൻ്റെ ഭാഗത്തു നിന്ന് വരത്തില്ല. ഞാൻ അധികാരത്തിലുണ്ടായിരുന്ന സമയത്തെല്ലാം സ്വീകരിച്ച സമീപനം അതാണ്. അവർ എന്തെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നടപടിക്രമങ്ങളിലൊക്കെ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായെന്ന് വരാം. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിക്കട്ടെ, ഗവൺമെൻറ് തീരുമാനമെടുക്കട്ടെ. ഒരിക്കലും അതൊരു പൊതു ചർച്ചയാക്കി അവരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു സമീപനത്തോട് എനിക്ക് യോജിപ്പില്ല.
നിലമ്പൂർ കാട്ടിലെ വെടിവയ്പ് അപ്രതീക്ഷിതമാണെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. പോലീസിന് നേരെ വെടിയുതിർത്തപ്പോൾ തിരികെ വെടിവെക്കേണ്ട സാഹചര്യം മൂലം 2 പേർ കൊല്ലപ്പെട്ടത് ദൌർഭാഗ്യകരമാണെന്നും അസോസിയേഷൻ. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നിയമാനുസരണം നടത്തിയ പോലീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഏതുതരം അന്വേഷണവും നടത്താവുന്നതാണ്. മറിച്ച് ജീവൻ പോലും പണയം വെച്ച് രാജ്യസുരക്ഷയ്ക്കായി ഏർപ്പെടുന്നവരുടെ മനോധൈര്യം ചോർത്തിക്കളയുന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ആരുടെ ഭാഗത്തുനിന്നായാലും ഒഴിവാക്കണമെന്നും അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആയുധമെടുത്ത് പോരാട്ടം തുടങ്ങിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏൽപ്പിച്ച ദൌത്യം ഏറ്റെടുത്തവരെ അഭിനന്ദിക്കാൻ തയ്യാറായില്ലെങ്കിലും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കരുതെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. തിരികെ വാർത്തകളിലേക്ക്. ബ്രസീലിലെ ക്ലബ് ഫുട്ബോൾ താരങ്ങളുമായി പോയ വിമാനം കൊളംബിയയിൽ തകർന്നു വീണു. 76 പേർ മരിച്ചതായി റിപ്പോർട്ട്. 5 പേരെ രക്ഷപ്പെടുത്തി. ഫുട്ബോൾ താരങ്ങളടക്കം 81 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കോപ്പ സുഡ അമേരിക്ക ടൂർണമെന്റിൽ കളിക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ബൊളീവിയയിൽ നിന്നും മെഡ്ലിൻസിൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമാണ് ലാൻഡിംഗിനിടെ തകർന്നു വീണത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് 2 മരണം. പെരിന്തൽമണ്ണ അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം സ്വദേശികളായ ബസ് ഡ്രൈവർമാരായ രാജീവ്, അമീൻ എന്നിവരാണ് മരിച്ചത്. ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിൽ മെഹബൂബ് നഗർ ജില്ലയിൽ ജർജർജയിലായിരുന്നു അപകടം. ഇരുമ്പ് പൈപ്പുകളുമായി പോവുകയായിരുന്ന ലോറിയുടെ പിറകിലിടിച്ചാണ് അപകടമുണ്ടായത്. പരുക്കേറ്റ 15 വിദ്യാർത്ഥികളെ മെഹബൂബ് നഗറിലെ SBS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വർഗീയതയ്ക്കെതിരെ തൊഴിലാളി വർഗ പ്രതിരോധം എന്ന വിഷയത്തിൽ ഒഡീഷയിലെ പുരിയിൽ ചേരുന്ന CITU അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രത്യേക ചർച്ച പുരോഗമിക്കുന്നു. സാമൂഹ്യ മാറ്റത്തിന് തൊഴിലാളി കർഷക ഐക്യം, പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ സ്വാധീനം എന്നീ വിഷയങ്ങളും സമ്മേളനം പരിശോധിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 2000 പ്രതിനിധികൾ 3 കമ്മീഷനുകളായി തിരിഞ്ഞാണ് നിർണായക വിഷയങ്ങൾ പരിശോധിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വർഗീയ ധ്രുവീകരണം തൊഴിലാളി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ആയുധമാക്കുന്നു എന്നാണ് സമ്മേളനത്തിന്റെ വിലയിരുത്തൽ. വർഗീയതയെ തൊഴിലാളി ഐക്യത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുകയാണ് CITUവിന്റെ മുന്നിലുള്ള പ്രധാന ചുമതലയെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. രണ്ടാമത്തെ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നത്തെ വർഗീയത, വളർന്നു വരുന്ന വർഗീയതയെ പ്രതിരോധിക്കാൻ തൊഴിലാളികളെ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് രണ്ടാമത്തേത്. രാജ്യത്ത് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയതിനു ശേഷം തൊഴിൽ മേഖലയിൽ സംഭവിച്ച മാറ്റങ്ങളാണ് കമ്മീഷൻ ചർച്ചാവിധേയമാക്കിയ മറ്റൊരു വിഷയം. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ തൊഴിൽ മേഖലയിലെ ചൂഷണം വർദ്ധിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. നിലവിലെ വെല്ലുവിളികളെ നേരിടാൻ തൊഴിലാളി കർഷക ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകും. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്നതാണ് 15ാം അഖിലേന്ത്യാ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാന മുദ്രാവാക്യം. വർഗീയ ധ്രുവീകരണത്തിനെതിരെ പ്രതിരോധ മതിൽ തീർക്കുക എന്ന കടമയാണ് തൊഴിലാളികൾ ഏറ്റെടുക്കുന്നത്. സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. ശബരിമല സന്നിധാനത്ത് ഏറ്റവും സജീവമായുള്ളത് അന്നദാന മണ്ഡപമാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണികഴിപ്പിച്ച അന്നദാന മണ്ഡപത്തിൽ 24 മണിക്കൂറും എന്ന പോലെ ഭക്ഷണ വിതരണവും നടക്കുന്നുണ്ട്. സന്നിധാനത്തെ അയ്യപ്പന്റെ മുന്നിലെ തിരക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിര കാണാൻ സാധിക്കുക ഇവിടെയാണ്. ഈ അന്നദാന മണ്ഡപത്തിൽ ദേവസ്വം ബോർഡ് കോടികൾ മുടക്കി തയ്യാറാക്കിയ ഇവിടെ രാവിലെ പ്രാതൽ മുതൽ പിറ്റേ ദിവസം രാവിലെ 5 മണിവരെ ഭക്ഷണം റെഡി. ആയിരക്കണക്കിന് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ സാധിക്കുന്നതിനാൽ മണിക്കൂറുകളോളം ഇവിടെ വരി നിൽക്കേണ്ടി വരാറില്ല. രാത്രിയിലെ ചോറ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമാവാണ് ഭക്തർക്കായി നൽകുന്നത്. രാവിലെ 6 മണി മുതൽ ഇതിന്റെ കാപ്പിയോടുകൂടി ആരംഭിക്കുകയും 7 മണി മുതൽ 10 മണി വരെ ഉപ്പുമാവ്, കടല, ശർക്കര കാപ്പി ഈ വിഭവവും, അതിനുശേഷം 11 മണി മുതൽ 3 മണി വരെ ഊണും, 12 മണി മുതൽ 5 മണി വരെ വീണ്ടും ഉപ്പുമാവും അതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കറിയും കൂടെ തയ്യാറാക്കി കൊടുക്കുന്ന 24 മണിക്കൂർ ഒരേ പോണക്ക് പ്രവർത്തിക്കുന്ന ഈ അന്നദാന മണ്ഡപം. ദേവസ്വം ബോർഡ് അന്നദാന മണ്ഡപത്തിന്റെ പണി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിലും മണ്ഡലകാലമായപ്പോഴേക്കും മുഴുവൻ പണിയും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഉള്ള സൗകര്യത്തിൽ അന്നദാന വിതരണം നടത്തുകയാണിപ്പോൾ. സന്നിധാനത്തെ പല ഹോട്ടലുകളിലെയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ ആശങ്കയുള്ളവരിൽ കൂടുതലും ഇവിടുത്തെ ഭക്ഷണത്തിലാണ് വിശ്വാസമർപ്പിച്ച് കഴിക്കുന്നത്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ശരണസന്നിധിയിലെത്തുന്ന ആരും വിശന്നിരിക്കരുത് എന്ന ഒരു ലക്ഷ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.